ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ഓഫ് ചിന്നക്കനാലിൻ്റെ 301 കോളനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പഞ്ചായത്തുകളും, അതായത് വന്യമൃഗ ശല്യമുള്ള പഞ്ചായത്തുകളിൽ വനം വകുപ്പ് ഇപ്പോൾ ഒരു ബോക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. പരാതി സ്വീകരിക്കുന്നതിന് വേണ്ടി രാവിലെ 10 മുതൽ 5 വരെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ വന്യമൃഗ ശല്യമുള്ള പ്രദേശങ്ങളിലുള്ളവരുടെ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ഞാൻ 301 കോളനിയിൽ കുറേ ആൾക്കാരുടെ പരാതികളുണ്ട്. അതെല്ലാം ഞാൻ എടുത്തു വെച്ചു. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഞങ്ങളൊക്കെ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മിക്ക ദിവസവും, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിന്നിരുന്ന തൊട്ടടുത്ത് ആൾക്കാർ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെ. ചക്കം കൊമ്പും വന്ന് ഞങ്ങൾ പിന്നെ ആറാട്ടിനെ വിളിച്ചിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് തന്നെ നിന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അനുഭവിക്കുന്നവരൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. വന്യമൃഗത്തെ കൊല്ലുന്നതിന് ഞാൻ എതിരാണ്. അതിനെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഇവിടെ നടത്താം, നന്നായിട്ടും നടത്താൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അതിനെ ചിന്നക്കനാൽ വിലക്ക് തൊട്ട് താഴോട്ട് സിമൻറ്റ് പാലം, ആനയിറങ്ങൽ ഡാമിൻ്റെ ആ ഭാഗമെല്ലാം മനുഷ്യൻ താമസിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പിന്നെ റെയിൽവേ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ കുടിവെള്ളവും ഭക്ഷ്യ സാധനങ്ങളും പുല്ലുകളും വെച്ച് പിടിപ്പിച്ചാൽ അവിടെ നിർത്താവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അതിന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്ക് വരെ ഉണ്ടാക്കാം. അത് വനം വകുപ്പിന് നല്ലൊരു വരുമാനമായി തീർക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.